ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരക്കുള്ള അമ്മമാർക്ക്, ബിസി വർക്കിംഗ് മോംസിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു 20 മിനിറ്റ് ക്ലീനിങ് റുട്ടീൻ വീഡിയോ ആണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം തികച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് മൺഡേ തൊട്ടിട്ട് സൺഡേ വരെയുള്ള ഓരോരോ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മൺഡേ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡസ്റ്റിംഗ് ജോബ്സ് ആണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡസ്റ്റിങ്ങും ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം നമുക്ക് മാറാല എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അത്, പിന്നെ TV യൂണിറ്റ്സ്, ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെയുള്ള പിന്നെ ഡെക്കറേറ്റീവ് പീസസ്, ഇതൊക്കെ നമുക്ക് ഡസ്റ്റ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡസ്റ്റിംഗ് എല്ലാം തന്നെ ആദ്യം തന്നെ ഫിനിഷ് ചെയ്യുക. പിന്നെ കുറേ കൗണ്ടർ ടോപ്സും, പ്രത്യേകിച്ച് നമ്മൾ ഈ റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ എന്നും പൊടിയെടുത്താലും എല്ലാ ദിവസവും പൊടി ഉണ്ടാവും. അപ്പം നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും ഈ ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീക്കിലെ ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഡസ്റ്റ് ചെയ്തതിന് ശേഷം അടിച്ചു വാരി തുടച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ അടിച്ച് ഈ ഡസ്റ്റിങ്ങിന് ശേഷം നല്ലപോലെ ഒന്ന് വീട് അടിച്ചിടാൻ നോക്കുക. 2 ഫ്ലോർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെയ്യുക. അപ്പോൾ മെയിൻലി ഇങ്ങനെ സർഫസസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേലെ വരുന്ന ഡസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്തും പിന്നെ ഒരു ഓൾ പർപ്പസ് ക്ലീനിങ് ലിക്വിഡും, ഇപ്പോൾ വിനീഗറും കിച്ചൺ ലിക്വിഡും ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് ഓൾ പർപ്പസ് ക്ലീനർ എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ, അത് സ്പ്രേ ചെയ്തിട്ട് എല്ലാ സർഫസസും ഒക്കെ ക്ലീൻ ചെയ്യുക. മിറേഴ്സും എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിനകത്ത് ഇപ്പോൾ TV യൂണിറ്റ് ചെയ്യുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുമെല്ലാം ഇൻക്ലൂഡ് ആക്കുക. ട്യൂസ്ഡേ ഫുൾ ഹൗസ് വാക്യൂം ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. വാക്യൂം ക്ലീനർ വെച്ച് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ ഹൗസ് വാക്യൂം ചെയ്യുക, ഫുൾ മോപ്പ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ടവൽസ്, ഹാൻഡ് ടവൽസ്, കിച്ചൺ ടവൽസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം വാഷ് ചെയ്യുക. പിന്നെ ബെഡ്ഷീറ്റ്സ് എല്ലാം നമുക്ക് പുതിയത് മാറ്റുന്നൊരു ഡേ ആക്കി മാറ്റാം ഈ ട്യൂസ്ഡേ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് മാക്സിമം ഈ മോപ്പിങ്ങും കൂടി ഉണ്ടെങ്കിൽ 45 മിനിറ്റ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈം വരുന്നൊരു ഡേ ആണ്. എങ്കിൽ കൂടിയും പറ്റുന്ന പോലെ ചെയ്യാൻ വേണ്ടി നോക്കുക. മോപ്പ് ചെയ്യുമ്പോൾ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ വെനസ്ഡേ എന്ന് പറയുന്നത് ബാത്റൂം ക്ലീനിങ് ഡേ ആയിട്ട് സെറ്റ് ചെയ്യാം. ഒരു ബാത്റൂമെങ്കിലും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. മാക്സിമം വാൾ ടൈൽസൊക്കെ ക്ലീൻ ആവുന്ന രീതിയിൽ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ ബാത്റൂംസ് ഉള്ളപ്പോൾ നമ്മൾ ഓരോ വീക്കിലും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും ദിവസം പെൻഡിങ് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഡേ ആണ് തേഴ്സ്ഡേ. അതുപോലെ ഒരു ലോണ്ട്രി ഡേ ആയിട്ടില്ലെങ്കിൽ അതും നമുക്ക് തേഴ്സ്ഡേ എടുക്കാം. നമ്മൾക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു ലോഡ് ലോണ്ട്രി വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യാണ്ട് കുറച്ച് ലോണ്ട്രി വീക്ക്ലി വൺസോ ട്വൈസോ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് ഈ തേഴ്സ്ഡേ ആയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത ജോലികളിൽ നമുക്ക് പെൻഡിങ് ആയിട്ട് വന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ തേഴ്സ്ഡേ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കി ഡസ്റ്റിങ്ങോ സ്വീപ്പിങ്ങോ മോപ്പിങ്ങോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദിവസം ചെയ്യുക. പിന്നെ എക്സ്ട്രാ ക്ലീനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേഴ്സ്ഡേ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രൈഡേ ഫ്രിഡ്ജ് ക്ലീനിങ് ഡേ ആയിട്ട് വെക്കുക. ഫ്രിഡ്ജും അതുപോലെ കിച്ചണിൽ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രൈഡേ ആയിട്ട് തീർക്കുക. അപ്പോഴത്തേനും നമുക്ക് സാറ്റർഡേ മീൽ പ്ലാനിങ്ങും അതുപോലെ ഗ്രോസറി കണ്ടുപിടിച്ച് എന്തൊക്കെയാണ് പെൻഡിങ് കണ്ടുപിടിച്ചിട്ട് ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് സാറ്റർഡേ ഷോപ്പിംഗ് ചെയ്ത് വീക്കെൻഡ് ഷോപ്പിംഗ് സാറ്റർഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. സൺഡേ ഒരു റീസെറ്റിംഗ് ഡേ ആയിട്ട് സെറ്റ് ചെയ്യണം.
നമ്മൾ കൊണ്ടുവരുന്ന ഗ്രോസറിയും കാര്യങ്ങളും എല്ലാം തന്നെ ഫില്ല് ചെയ്ത് ഫ്രിഡ്ജെല്ലാം നല്ല കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിച്ചണും വീടുമെല്ലാം ഒരു പുതിയ വീക്ക് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡേ ആണ് സൺഡേ റീസെറ്റിംഗ് ആൻഡ് റീചാർജിങ് ഡേ ആണ്. നമുക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാനും ശ്രമിക്കുക സൺഡേ. അപ്പോഴത്തേനും നമുക്കൊരു വീക്കിലെ ഫുൾ ഹാസൽസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കും. അപ്പം ഇതാണ് ഒരു ചെറിയ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ റുട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത്. ഇത് ഞാൻ മെയിൻലി ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ത് ചെയ്യണം, എങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്തപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോനെ പറ്റിയുള്ള കമൻറ്റ്സ് നിങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു റുട്ടീൻ എങ്ങനെയാണ്, നിങ്ങൾ റുട്ടീൻ ഫോളോ ചെയ്യുന്നവരാണോ, ഇതെല്ലാം ഒന്ന് കമൻറ്റിൽ പറയുക. പിന്നെ ഇതുപോലെ ഹോം മേക്കേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.